Proverbs 28:6. Better is a poor man who walks in his integrity than a rich man who is crooked in his ways. തൻ്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. Discipline begins not in outward control, but in the quiet strength of self-respect. ആന്തരികമായ ഒരു സ്വയ ബഹുമാനമുണ്ട് എന്നുള്ള സൂചനയാണ് നമ്മുടെ ജീവിതത്തിലെ അച്ചടക്കം. To honor the image of God within ourselves is to live with a sense of dignity that flows from inner restraint. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നുള്ളതിനെ നാം ബഹുമാനിക്കുകയാണ്. The ability to say no to our impulses, our egos, our unhealthy desires is not weakness. It is power. It is a spiritual maturity that affirms I belong to Christ, not to my passions. നമ്മുടെ മോഹങ്ങൾക്കും അഹന്തയ്ക്കുമൊക്കെ നാം ശക്തമായി കടിഞ്ഞാണിടുമ്പോൾ അത് ബലഹീനതയല്ല, പിന്നെയോ ശക്തിയാണ്, ഒരു ആത്മീയ പക്വതയാണ്. ഞാൻ എൻ്റെ മോഹങ്ങൾക്ക് അടിമയല്ല, പിന്നെയോ ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്ന് ഉദ്ഘോഷിക്കുകയാണ്. During the last 2 weeks of the Great Lent, we are invited into a deeper life of fasting, not only from food, but from pride, anger, gossip, greed, and indulgence. വലിയ നോമ്പിൻ്റെ അവസാനത്തെ 2 ആഴ്ചകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു ആഴമായ ഉപവാസം, ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല, അഹന്തയിൽ നിന്നും, വിദ്വേഷത്തിൽ നിന്നും, അസൂയയിൽ നിന്നും, സ്വാർത്ഥതയിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാം. Each time we deny ourselves, we are saying yes to something greater, yes to grace, yes to transformation, yes to resurrection. നമ്മുടെ മോഹങ്ങളെ കടിഞ്ഞാണിടുമ്പോൾ, നമ്മൾ നമ്മുടെ മോഹങ്ങളെ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ, നാം രൂപാന്തരത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. അവിടെയാണ് യഥാർത്ഥ പുനരുദ്ധാനം സംഭവിക്കുന്നത്. The cross teaches us that the road to glory begins with self-denial and ends with eternal life. മഹത്വത്തിലേക്കുള്ള വഴി ആരംഭിക്കുന്നത് സ്വയത്യാഗത്തിലൂടെയാണ്, അത് നിത്യജീവനിൽ അവസാനിക്കുന്നു. Let us walk this path with reverence for who we are in Christ. ക്രിസ്തുവിൽ നാം ആയിരിക്കുന്നതിനാൽ ഈ പാത നമുക്ക് പിന്തുടരാം. True self-respect is not arrogance. It is recognizing that we are temples of the Holy Spirit. നാം പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ മോഹങ്ങൾക്ക് നാം കടിഞ്ഞാണിടുന്നത്. And every no said with love, every temptation resisted with prayer, builds the dignity that glorifies God in us. നമ്മൾ നേരിടുന്ന പരീക്ഷകളെ പ്രാർത്ഥന കൊണ്ട് വിജയിക്കുവാൻ സാധ്യമാകുമ്പോൾ നമ്മളിൽ ദൈവം മഹത്വീകരിക്കപ്പെടും, ദൈവം നമ്മെ ഉയർത്തും. അതിലേക്ക് നമുക്ക് പ്രയാണം ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.